So welcome back. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോബ് ഡിസൈനിൻ്റെ നമ്മൾ ഓൾറെഡി ജോബ് എൻലാർജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ വേയിൽ, അതായത് ഒരേ ജോലിയിൽ തന്നെ പല പല ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിനെയാണ് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലോഡിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയിൽ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് റെസ്പെക്റ്റും റെക്കഗ്നിഷനും ഒക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വരുന്നതെന്ന്. സോ അതുപോലെ അതിനോട് സിമിലറായിട്ട് വർക്കറിന് അയാളുടെ വർക്ക് പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ ഒരു അവസരം ഉണ്ടെങ്കിൽ അത് കാണിക്കുന്ന എന്താ, എൻ്റെ ജോബ് ഒരു എൻറിച്ച് ജോബ്, അല്ലെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു ജോബ് എൻറിച്ച്മെൻറ്റ്. So an enriched job organizes tasks to allow the worker to do a complete activity. അതായത് എനിക്കാണ് എൻ്റെ ജോബിൻ്റെ ഫുൾ ഉത്തരവാദിത്തം ഉള്ളത്, എനിക്കതിന് ഫ്രീഡം ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് സോ ഇൻഡിവിജ്വൽസ് ക്യാൻ അസസ്. അപ്പം എനിക്കറിയാം, ഇപ്പം എക്സാമ്പിൾ എനിക്ക് ഒരു ക്ലാസ് ഇൻചാർജിനെ തരുമ്പം ഞാൻ ആ കുട്ടികളുടെ എല്ലാ കാര്യവും, മറിച്ച് അതിനകത്ത് ആ കുട്ടികളുടെ എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ഞാൻ HOD പ്രിൻസിപ്പളിനോ ചോദിക്കണമെങ്കിൽ എൻ്റെ ജോബ് എൻറിച്ച്ഡ് അല്ല. മനസ്സിലായോ? എനിക്ക് എല്ലാ ഫ്രീഡം ഉണ്ട്, എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഫ്രീഡം ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ ജോബ് എൻറിച്ച്ഡ് ആയിരിക്കും. സോ ആസ് ഒപ്പോസ് ടു ജോബ് റൊട്ടേഷൻ ആൻഡ് ജോബ് എൻലാർജ്മെൻറ്റ്, ഇത് ബാക്കി രണ്ടെണ്ണം ഹൊറിസോണ്ടലി ആണെങ്കിൽ ഇത് വെർട്ടിക്കലി ലോഡഡ് ആണ്. സോ ഈ കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞില്ലേ ഹേഴ്സ്ബർഗിൻ്റെ ഡ്യുവൽ ഫാക്ടർ തിയറിയിൽ നിന്നാണ്. അവിടെ എന്താ പറഞ്ഞത്, ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ജോബിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? അച്ചീവ്മെൻറ്റിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം, റെക്കഗ്നിഷൻ, റെസ്പോൺസിബിലിറ്റി, അഡ്വാൻസ്മെൻറ്റ്, ഗ്രോത്ത്. ഇതിനെല്ലാമുള്ള സാഹചര്യം ഒരാളുടെ ഗ്രോത്തിലുണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അയാൾക്ക് ജോബ് എൻറിച്ച്ഡ് ആണെന്ന് അയാൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതായത് ഇപ്പം എൻ്റെ ഈ ജോലിക്കുള്ള പ്രത്യേകത, ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറിൽ നിന്ന് തുടങ്ങി ഒരു പ്രൊഫസർ വരെ ആവാൻ, അതായത് എനിക്കിങ്ങനെ സീനിയറായി എനിക്കിങ്ങനെ കയറാനുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എൻ്റെ ജോബ് എൻറിച്ച്ഡ് ആണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അറിയില്ലേ, ഒരു സാധാ ടീച്ചറായിരിക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം HOD ഒക്കെ ആവുന്നത്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ്, ബിക്കോസ് ആ HOD ആവുക എന്ന് പറയുന്നത് കുറേ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ തരുന്ന ഒരു കാര്യമാണല്ലോ. എല്ലാവർക്കും അത് ഈക്വലി അക്സെപ്റ്റബിൾ ഒന്നും അല്ലെങ്കിൽ പോലും. സോ if the job is giving you an opportunity for achievement, recognition, responsibility, advancement, then your job is enriched ആണ്. അപ്പം ജോബ് എൻറിച്ച് ചെയ്യാൻ വേണ്ടി ഹേഴ്സ്ബർഗ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്താൽ നമ്മുടെ ജോബ് എൻറിച്ച്ഡ് ആവുമെന്നാണ് പറഞ്ഞത്. ഒന്ന്, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ജോലിയിൽ ഞാൻ റെസ്പോൺസിബിൾ ആണ്. അതായത് ഞാൻ ചെയ്യുന്നിപ്പം OB പേപ്പറിൽ എനിക്കറിയത്തില്ല, അത് മറ്റൊരാളോട് ചോദിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ചിലപ്പോൾ ആ ചെയ്യുന്ന ജോലി എനിക്ക് ആത്മാർത്ഥമായിട്ടോ അല്ലെങ്കിൽ സന്തോഷമാവണമെന്നില്ല. സോ എൻ്റെ ജോലിയിൽ എനിക്ക് അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഉണ്ടെങ്കിൽ അത് എൻ്റെ ജോബിനെ എൻറിച്ച്ഡ് ആക്കും. 2, അച്ചീവ്മെൻറ്റ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കൊരു വേർത്തിയാണ്, ഒരു ഗോൾ ചെയ്യുന്ന പോലെ ഒരു അച്ചീവ്മെൻറ്റ് ഫീലിംഗ് എനിക്ക് തരുന്നുണ്ടെങ്കിൽ എന്താണ്, എൻ്റെ ജോലി എനിക്ക് എൻറിച്ച്ഡ് ആണ്. കൺട്രോൾ ഓവർ റിസോഴ്സസ്, അതായത് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങളിൽ, വേണ്ട റിസോഴ്സുകളിൽ എനിക്ക് കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ OB പഠിപ്പിക്കാൻ വേറൊരു ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് നോട്ട് കിട്ടിയിട്ടേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളെങ്കിൽ എനിക്ക് ചിലപ്പോൾ ആ ടീച്ചറിനെ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ ജോലി നന്നായിട്ട് ചെയ്തോളണം എന്നില്ല. ഇപ്പോൾ ഒരു പ്രൊഡക്ഷനിൽ ഞാൻ ഉണ്ടാക്കുന്ന സാധനം മറ്റൊരാൾ, നിങ്ങൾക്കറിയാം ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പല സാധനങ്ങൾ, പല റോ മെറ്റീരിയൽസ് കിട്ടിയാലേ പ്രൊഡക്റ്റ് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് എന്താ പറയുക, നിങ്ങൾക്കറിയില്ല, ചില അടുക്കളകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ചില ബേക്കറീസിലൊക്കെ പൂട്ടി വെക്കും, അതായത് അല്ലെങ്കിൽ ഓണേഴ്സ്, മാനേജേഴ്സ് ഇങ്ങനെ പൂട്ടി വെക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്തില്ല, വി ഡോണ്ട് ഹാവ് എ കൺട്രോൾ ഓവർ ദ റിസോഴ്സസ്. മറിച്ച് നമുക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യവും സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ എൻറിച്ച്ഡ് ആവും നമ്മൾ. പിന്നെ ഫീഡ്ബാക്ക്, നമുക്ക് എപ്പോഴും ഒരു ക്ലിയർ ഫീഡ്ബാക്ക് കിട്ടണം എബൌട്ട് ഇൻഡിവിജ്വൽ, നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പെർഫോമൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി എൻറിച്ച്ഡ് ആവും. പിന്നെ വർക്ക് പ്ലേസ്, എന്താണ് പറയണത്, വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണ്, ഏത് പേസിൽ എങ്ങനെ ചെയ്യണം, എന്ത് ടെക്നിക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതെല്ലാം ഞാനാണ്, എൻ്റെ വർക്ക് പ്ലേസിനെ കുറിച്ച് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ജോലി എൻറിച്ച്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ യുവർ വർക്ക് പ്ലേസ്, ഫീഡ്ബാക്ക്, കൺട്രോൾ ഓവർ റിസോഴ്സസ്, അക്കൗണ്ടബിലിറ്റി ആൻഡ് അച്ചീവ്മെൻറ്റ് ലീഡ്സ് ടു ജോബ് എൻറിച്ച്മെൻറ്റ്. ഓക്കെ, ഇനിയുള്ള ഒരു മോഡലാണ് ജോബ് ക്യാരക്ടറിസ്റ്റിക് മോഡൽ. എന്താന്ന് പറയുന്നത്, ദിസ് വാസ് ഡെവലപ്ഡ് ബൈ J. റിച്ചാർഡ് ഹാക്ക്മാൻ ആൻഡ് ഗ്രെഗ് ഓൾഡ്ഹാം. ഈ മോഡൽ
പറയുന്നത് ജോബ് ക്യാരക്ടറിസ്റ്റിക് മോഡലിൽ 5 കോർ ജോബ് ഡയമെൻഷൻസും 3 സൈക്കോളജിക്കൽ സ്റ്റേറ്റും ഉണ്ടെന്നാണ് പറയുന്നത്. സോ ദ എംപ്ലോയീസ് ഹു എക്സ്പീരിയൻസ് ദീ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, അതായത് ഈ 3 സൈക്കോളജിക്കൽ സ്റ്റേറ്റിൽ അനുഭവിക്കുന്നവർക്ക് ഹയർ ലെവൽ ഓഫ് ഇൻറ്റേർണൽ വർക്ക് മോട്ടിവേഷൻ ആണ്. അതായത് അങ്ങനെയുള്ളവർ തന്നെ വർക്ക് ചെയ്തോളും. അതായത് അവർക്ക് ഇൻറ്റേർണൽ വർക്ക് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, അവർ ജോബ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി വർക്ക് പെർഫോമൻസ് ആയിരിക്കും. അങ്ങനെയുള്ളവർ താമസിക്കാൻ ആബ്സെൻറ്റീസം കുറവായിരിക്കും, ടേൺ ഓവർ അല്ലെങ്കിൽ എന്താ പറയുക ടേൺ ഓവർ അൾട്ടിമേറ്റ്ലി, അതായത് നന്നായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെയുള്ള ചാൻസസ് അവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇനി ഏതൊക്കെയാണ് ആ 3 സൈക്കോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് മീനിങ്ഫുൾനെസ് ആണ്. നമ്മൾ ആ ജോബ് എൻറിച്ച്മെൻറ്റിൻ്റെ തന്നെ ഒരു മോഡലാണ് ജോബ് ക്യാരക്ടറിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. സോ ഒന്നാമത്തേതാണ് മീനിങ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താ, ദ കോഗ്നിറ്റീവ് സ്റ്റേറ്റ് ഇൻവോൾവ്സ് ഡിഗ്രി പെർസീവ് ദാറ്റ് ദെയർ വർക്ക് ആർ മേക്കിംഗ് എ വാല്യൂഡ് കോൺട്രിബ്യൂഷൻ. അതായത് ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഒരു വിലയുണ്ടെന്നും അത് ഈ ഓർഗനൈസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ധാരണ എനിക്കുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിയോട് എപ്പോഴും ഒരു സന്തോഷം, അല്ലെങ്കിൽ ഐ ആം ഈക്വലി വാല്യൂഡ് എന്നുള്ളൊരു ധാരണ വരും. മനസ്സിലായി? നിങ്ങൾ ഈ എന്താ പറയുക, നിങ്ങൾ ഈ ഒരിക്കൽ ബോഡിയിലെ എല്ലാ ഓർഗൻസും തമ്മിൽ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കി, അതായത് ആരാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഡിബേറ്റ് നടത്തി. അപ്പോൾ ബ്രെയിൻ പറഞ്ഞു ഞാനാണ് വലുത്, ഹാർട്ട് പറഞ്ഞു ഞാനാണ് വലുത്, അങ്ങനെ എല്ലാവരും ഭയങ്കര വലുതാണ് എന്ന് പറഞ്ഞ് തർക്കിച്ചു. അപ്പോൾ നമ്മുടെ എയിനസ് പറഞ്ഞു ഞാനാണല്ലോ ഏറ്റവും ഇൻഫീരിയർ, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എയിനസ് കഷ്ടപ്പെട്ട് കരഞ്ഞ് വിഷമിച്ചിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എന്തുണ്ടായി, നമുക്കറിയാം എക്സ്ക്രീറ്ററി സിസ്റ്റം പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഹോൾ ബോഡി എഫക്റ്റഡ് ആവും. അപ്പം ഇത് വിഷമിച്ചിരുന്നപ്പോഴത്തേനും പയ്യെ എല്ലാ സിസ്റ്റംസും ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. പയ്യെ വയറിന് പ്രശ്നം വരാൻ തുടങ്ങി, അങ്ങനെ എല്ലാം ഷട്ട് ഡൗൺ ആയി. സോ ഈ കഥ പറയുന്നത് എന്താണ്, ഈക്വലി എല്ലാ ബോഡി പാർട്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈവൻ നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു മീനിങ്ഫുൾനെസ് തോന്നുമ്പോൾ നമുക്ക് കൂടുതൽ എന്തുണ്ടാകാൻ പറ്റും, നമ്മൾ വാല്യൂഡ് ആണെന്ന് നമുക്ക് തോന്നും. അതാണ് മീനിങ്ഫുൾനെസ്. രണ്ടാമത്തേതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് സ്റ്റേറ്റ് ഈസ് കൺസേൺ വിത്ത് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച്, ഞാൻ പറഞ്ഞില്ലേ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് മീനിങ്ഫുൾ ആകും. അതായത് ഞാനല്ല എൻ്റെ ജോലി വേറെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ എനിക്കൊരിക്കലും അത് അത്ര ഒരു സാറ്റിസ്ഫൈയിങ് സ്റ്റേറ്റിലായിരിക്കില്ല പോകുന്നത്. സോ മീനിങ്ഫുൾനെസ്, റെസ്പോൺസിബിലിറ്റി. അടുത്താണ് നോളജ് ഓഫ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഫീഡ്ബാക്ക് പ്രാക്ടിക്കലി ചെയ്യിപ്പിക്കുന്നു എന്നല്ല പറയുന്നത്. എന്താണ്, ഞാൻ എന്തുമാത്രം ഈ പറഞ്ഞ പോയിന്റ് എല്ലാം നമ്മൾ നേരത്തെ ജോബ് എൻറിച്ച്മെൻറ്റിൽ മെൻഷൻ ചെയ്ത് കേട്ടോ. പക്ഷെ അത് ഈ ജോബ് ക്യാരക്ടറിസ്റ്റിക് മോഡലിൽ വരുന്ന 3 കോർ സ്റ്റേറ്റ്സ് ആണ്, അല്ലെങ്കിൽ കോർ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് ആണ്. ഒന്ന് മീനിങ്ഫുൾനെസ്, റെസ്പോൺസിബിലിറ്റി, എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഞാൻ എന്തുമാത്രം നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നെങ്കിൽ അത് കാരണം എനിക്ക് പിന്നെയും നന്നായിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം തോന്നും. സോ employee growth needs strength is an indicator of the degree to which the employees value complex challenging work. Employees with low growth need strength, അതായത് ഈ ചില എംപ്ലോയീസിന് ഒരു ഗ്രോത്ത് നീഡ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ലോ ഗ്രോത്ത് നീഡ് സ്ട്രെങ്ത്തും ഉണ്ട്. സോ ലോ ഗ്രോത്ത് നീഡ് സ്ട്രെങ്ത് ഡെവലപ്പ് എ ഫേവറബിൾ ഇംപ്രഷൻ ഓഫ് ദ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദെയർ ജോബ്, ബട്ട് it may not be as high as for employees with high growth need strength. അപ്പം നമ്മൾ പറഞ്ഞത് ചില ആൾക്കാർ ഈ ഹൈ ഗ്രോത്ത് നീഡ്, നമ്മൾ പറഞ്ഞില്ലേ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആൾക്കാർ എങ്ങനെയാണ്, അവർക്ക് ഇനിയും പിന്നെയും വളരണം. അങ്ങനെയുള്ളവർക്ക് ചലഞ്ചിങ് ജോബ്സും അവർക്ക് കോംപ്ലക്സ് ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുമ്പോൾ അവർക്കതൊരു പോസിറ്റീവാണ്. കാരണം എന്താണ്, ഇതൊക്കെ എനിക്ക് ഈ ചില കുട്ടികൾ സെമിനാർ എടുക്കുമ്പോൾ വളരെ റെയർ ആയിട്ടാട്ടോ, ഐ എം നോട്ട് ടെല്ലിങ് മജോറിറ്റി ഓർ ഈവൻ ഗുഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കം ലൈക്ക് ദാറ്റ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബാച്ചിൽ ഒരു കുട്ടിയൊക്കെ വരും, മിസ് ഏറ്റവും പാടുള്ള ടോപ്പിക് എനിക്ക് തരാമോ, സോ ദാറ്റ് ഞാനത് പഠിക്കൂലോ എന്ന് പറഞ്ഞിട്ട്. സോ ദിസ് ഷോസ് എ ഗ്രോത്ത് നീഡ് സ്ട്രെങ്ത് ആണ്. അങ്ങനെയുള്ളവർക്ക് ചലഞ്ചിങ് കോംപ്ലക്സ് വർക്ക് ഇഷ്ടമാണ്. ലോ ഗ്രോത്ത് നീഡ് ഉള്ളവരും ഉണ്ട്. ചിലരും ഉണ്ട് എന്താണ് മിസ് എളുപ്പമുള്ളത് എന്ന് പറയുന്നതും ആക്ച്വലി ഒരു ഗ്രോത്ത് നീഡാണ്. കാരണം എന്താ, എളുപ്പമുള്ളത് നന്നായിട്ട് ചെയ്ത് നല്ല രീതിയിൽ വരാൻ. സോ അവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യും, പക്ഷെ മറ്റുള്ളവർ അത്രയും ഹൈ ആവണം എന്നില്ല. ഓക്കെ, സോ ഇതാണ് ഈ ജോബ് ക്യാരക്ടറിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ 3 ക്രിട്ടിക്കൽ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് മാത്രമേ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തുള്ളൂ. ഏതൊക്കെയാണ്, മീനിങ്ഫുൾനെസ്, രണ്ടാമത്തേതായ റെസ്പോൺസിബിലിറ്റി, മൂന്നാമത്തേതായ നോളജ്. ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 5 കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, സ്കിൽ വെറൈറ്റി, ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് കേട്ടോ.
എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആ ഇക്വേഷൻ ഇല്ല. ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 5 കോർ ജോബ്, അതായത് ജോബ് റിലേറ്റ് ചെയ്യുന്ന, മറ്റേ നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ് അല്ലെ കോഗ്നിറ്റീവ് സ്റ്റേറ്റ് ആണ്. ഇത് നമ്മുടെ കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഏതൊക്കെയാണ്? സ്കിൽ, വെറൈറ്റി, ടാസ്ക് ഐഡൻറ്റിറ്റി, ടാസ്ക് സിഗ്നിഫിക്കൻസ്. ഇതെല്ലാമാണ് ഒരു ജോബ് മീനിങ് ഫുൾ ആക്കുന്നത്. എപ്പോഴാണ് നിങ്ങളുടെ ജോബ് മീനിങ് ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് ഓക്കെ, ഈക്വലി ഇത് ഞാൻ ചെയ്യുന്നത് തീരെ ചെറിയ കാര്യമല്ല, ഞാനും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത്. ഒന്ന് സ്കിൽ വെറൈറ്റി, അതായത് ഒത്തിരി നമുക്ക് ഒരു സ്കില്ലല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെറൈറ്റി സ്കിൽസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നിലധികം സ്കിൽസ് ആണ് നമ്മുടെ ഈ ജോലിക്ക് ആവശ്യമെങ്കിൽ ദാറ്റ് ഷോസ് സ്കിൽ വെറൈറ്റി. ടാസ്ക് ഐഡൻറ്റിറ്റി വെച്ചാൽ ഞാൻ ചെയ്യുന്ന ജോലികൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ട്, അതായത് എൻ്റെ ജോലി ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ടാസ്ക് സിഗ്നിഫിക്കൻസ് എഗെയിൻ ആ ഇമ്പോർട്ടൻസ് ആണ്, അതായത് അത് ശ്രദ്ധിക്കുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നും, അപ്പോൾ സ്കിൽ, ഒത്തിരി വെറൈറ്റീസ് ഓഫ് സ്കില്ല്, ടാസ്ക് ഐഡൻറ്റിറ്റി, ടാസ്ക് സിഗ്നിഫിക്കൻസ്, ദിസ് ലീഡ്സ് ടു വാട്ട് മീനിങ് ഫുൾനെസ് ആണ്. പിന്നെ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് റെസ്പോൺസിബിലിറ്റി. എൻ്റെ ജോലിക്ക് ഞാനാണ് റെസ്പോൺസിബിൾ, സോ ദാറ്റ് ഈസ് ഓട്ടോണമി. ആൻഡ് ഫീഡ്ബാക്ക്, അതാണ് നോളജ്. ഈ 3 സാധനങ്ങൾ, ഈ 5 കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇൻ റിട്ടേൺ എന്തിലേക്ക് നയിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ ഔട്ട്കത്തിലേക്ക് നയിക്കുന്നത്. എന്ത് തരം ഔട്ട്കം? അവർക്ക് ഇൻറ്റേർണൽ മോട്ടിവേഷൻ ഹൈ ആയിരിക്കും, അവർക്ക് ഹൈ ക്വാളിറ്റി പെർഫോമൻസ് ഉണ്ടായിരിക്കും, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും, ടേൺ ഓവർ അല്ലെങ്കിൽ ആബ്സെൻറ്റീസം അവർക്ക് കുറവായിരിക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് നയിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ ബിറ്റ്വീൻ നടക്കുന്ന ഇതിനെ എല്ലാത്തിനെയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഞാൻ മുമ്പ് പറഞ്ഞ എംപ്ലോയി ഗ്രോത്ത് നീഡ് സ്ട്രെങ്ത്തും ജോബ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ജോബ് കോണ്ടെക്സ്റ്റും എംപ്ലോയി ഗ്രോത്ത് നീഡ് സ്ട്രെങ്ത്തും ഇതെന്തിലേക്കാണ് നയിക്കുന്നത്? ഈ എംപ്ലോയി ഗ്രോത്ത് നീഡ് സ്ട്രെങ്ത് ഫീഡ്ബാക്കിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ആബ്സെൻറ്റീസം അല്ലെങ്കിൽ ടേൺ ഓവർ, നമ്മുടെ ഈ പറഞ്ഞ പേഴ്സണൽ ഔട്ട്കത്തിലേക്ക് നയിക്കുന്ന ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇത്. അതായത് എനിക്ക് വലിയ വളരണം എന്നില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ക്ലാസ്സിൽ നിങ്ങൾ എപ്പോഴും ആബ്സെൻ്റ് ആവുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചില്ലെങ്കിലും ഞാൻ ഒരിക്കലും ക്ലാസ്സസ് കട്ട് ചെയ്തില്ല. ബിക്കോസ് ഐ ഓൾവേസ് ഹാഡ് എ നോഷൻ ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കുറേ അറിവ് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്നത് എനിക്ക് കുറച്ചും കൂടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, അതുകൊണ്ടായിരിക്കും. സോ ചിലപ്പോൾ ആ ഗ്രോത്ത് നീഡ് ആയിരിക്കാം എന്നെ കൊണ്ട് വരുന്നത്. ചിലർക്ക് അങ്ങനെയില്ല, എനിക്ക് ക്ലാസ്സിൽ പോയില്ലെങ്കിലും എനിക്ക് നോളജൊക്കെ കിട്ടും എന്നുള്ളൊരു വരത്തില്ലല്ലോ. സോ അതാണ് എംപ്ലോയി ഗ്രോത്ത് നീഡ് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു എന്താണ് ലോ ആബ്സെൻറ്റീസിലേക്ക് നയിക്കും. അതുപോലെ ജോബ് കോണ്ട്, ഇനി ഇത് മാത്രമായിരിക്കില്ല, ചിലപ്പം ഈ പറഞ്ഞ ഗ്രോത്ത് നീഡ് ആയിരിക്കില്ല, ചിലർക്ക് എന്താണ് ആ കോളേജ് ഇഷ്ടമല്ല, ക്ലാസ് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ വരാതിരിക്കും. മനസ്സിലായി? ഇനി അതൊക്കെ ഇഷ്ടമാണെങ്കിലോ അവർ കൂടുതൽ വരും. സോ ഇത് രണ്ടും നമ്മുടെ ഈ ഫാക്ടറിലേക്കും ഫീഡ്ബാക്കിലേക്കും നയിക്കും. So this model says that certain job characteristics lead to critical psychological states. Skill ഇതെല്ലാം എന്താണ് മീനിങ് ഫുൾനെസ്സിലേക്കും ഓട്ടോണോമി റെസ്പോൺസിബിലിറ്റിയിലേക്കും ഫീഡ്ബാക്ക് നോളജിലേക്കും നയിക്കും. The more these 3 psychological states are present, ഇത് കൂടുതലാണെങ്കിൽ എന്തിലേക്ക് നയിക്കും? നല്ല പേഴ്സണൽ ഔട്ട്കം, നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യും. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ടെക്നിക്സ് ടു എൻഹാൻസ് ജോബ് ത്രൂ റീഡിസൈൻ. അപ്പം നമുക്ക് ചിലപ്പോൾ ഒക്കെ എങ്ങനെയായിരിക്കും, നമുക്ക് നമ്മുടെ ജോലിനെ നമ്മളൊന്ന് റീഡിസൈൻ, നമ്മളൊന്ന് മാറ്റി, നമ്മളല്ലേ ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്ത് ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ആ ജോലിക്കകത്ത് കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ചിലപ്പോൾ നമ്മുടെ ജോലി നമുക്ക് സാറ്റിസ്ഫൈങ് ആയിട്ട്, എൻറിച്ച്ഡ് ആയിട്ട് നമുക്ക് തോന്നും, അല്ലേ? സോ അതിലൊന്നാമത്തേതാണ് കമ്പൈൻ ടാസ്ക് എന്ന് പറയുന്നത്. കമ്പൈൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. വെയർ ടു ഇംപ്രൂവ്, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ പലരുടെ ജോലി ചെയ്യുന്നതല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താ? സ്കിൽ വെറൈറ്റി കൂടും, ടാസ്ക് ഐഡൻറ്റിറ്റി ഉണ്ടാകും, ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാകും. ഇത് മൂന്നും എന്തിലേക്ക് നയിക്കും? നമ്മൾ ഈ പറഞ്ഞ ഞാൻ വ്യത്യസ്തമായ ജോലികൾ ചെയ്യുമ്പോൾ എൻ്റെ ഈ 3 മേഖലകൾ ഇംപ്രൂവ് ആകും. ഇൻ ടേൺ ഇറ്റ് ലീഡ്സ് ടു അതാണ് ജോബ് എൻലാർജ്മെന്റ്. And tasks that become overly specialized and fragmented over time are combined. ഇനി അത് വെച്ചാൽ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്പെഷ്യലൈസേഷൻ ആയിരിക്കും, അതായത് നമ്മൾ ആ ജോലി മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഓവർലി സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഫ്രാഗ്മെൻറ്റഡ്, ഭയങ്കര മൈന്യൂട്ട് ജോലികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ജോലികളൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ജോബ് എൻലാർജ്മെന്റ് ആവും. മനസ്സിലായോ? അതായത്
ടൂ മച്ച് സ്പെഷ്യലൈസേഷൻ ഉള്ള ജോലി, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റിക്കർ ഒട്ടിക്കൽ മാത്രം, പോസ്റ്റ് ഓഫീസിലെ സ്റ്റാമ്പ് അടിക്കൽ മാത്രം ടൂ സ്പെസിഫൈഡാണ്. അതിൻ്റെ കൂട്ടത്തിൽ പേപ്പർ എടുക്കുന്നതും സ്റ്റാമ്പ് ഒട്ടിക്കുന്നതും ഒരു സ്ഥലത്തേക്ക് വെക്കുന്നതും ഇതൊക്കെ അവർക്ക് കമ്പൈൻ ചെയ്യാവുന്ന ജോലികളാണ്. മനസ്സിലായോ? ദ ടാസ്ക് കുഡ് ബി കമ്പൈൻഡ് ഇൻ എ വേ വെയർ വൺ ഇൻഡിവിജ്വൽ പെർഫോംസ് എൻറ്റയർ ടാസ്ക്. മനസ്സിലായോ? ഇപ്പം ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ പറഞ്ഞ ലെറ്റേഴ്സ് എടുത്തു, അത് ഞാൻ എങ്ങോട്ടാന്ന് സ്റ്റാമ്പ് അടിച്ചു, എന്നിട്ട് അത് എങ്ങോട്ടാന്ന് നോക്കി, ഞാനാണ് അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. സോ വൺ സെറ്റ് ഓഫ് ജോബ് ഈസ് പെർഫോംഡ് ബൈ that same individual or by establishing teams in which members periodically switch tasks. ഇനി അതല്ലെങ്കിൽ നമുക്കൊരു ടീമാക്കാം. ഇന്ന് ഒരാഴ്ച തന്നെ ഞാൻ ചെയ്യാം, അടുത്ത ആഴ്ച നീ ചെയ്യുക, സോ ദാറ്റ് എല്ലാവരും എല്ലാ സ്കിൽസും അക്വയർ ചെയ്യും. The task which now no longer add value have become redundant, need to be eliminated. ഇനി അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ ഉപയോഗമില്ലാത്ത ജോലികളൊക്കെ ഇല്ലേ, ആ സ്റ്റെപ്സ് ഒക്കെ നമുക്ക് റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നശിച്ചു പോയി, നമുക്ക് അതിനെ വേണേൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒന്നാമത്തെ ടെക്നിക്കാണ് റീഡിസൈനിൽ, ഒന്നാമത്തെ ടെക്നിക്കാണ് എന്ത്, ജോബ് എൻലാർജ്മെന്റ്. രണ്ടാമത്തേതാണ് ലോഡ് ജോബ് വെർട്ടിക്കലി. ഓക്കെ, ജോബ് വെർട്ടിക്കലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.